അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഷഹീദ് ഭഗത് സിംഗ് എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെക്കുറിച്ചിട്ടുള്ള ഒരു പാഠമാണ്. ആപ്പിനെ നിങ്ങൾ ജംഗെ ആസാദി കെ ബാരമേ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചിട്ട് ജറൂർ സുനാ ഹോഗ നിർബന്ധമായിട്ടും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചിട്ട് നിർബന്ധമായും കേട്ടിട്ടുണ്ടാവും. ഏ ജംഗ് ഈ ഒരു പോരാട്ടം ഹിന്ദുസ്ഥാൻ കോ ഇന്ത്യയെ അംഗ്രീസോങ്കി ഇംഗ്ലീഷുകാരുടെ ഗുലാമീസെ അടിമത്വത്തിൽ നിന്നും ആസാദ് കറാനെ കേലിയെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ലഡി ഗയി തി പോരാടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാരെ ഇംഗ്ലീഷുകാരുടെ അടിമത്വത്തിൽ നിന്നും ഗുലാമീസെ അടിമത്വത്തിൽ നിന്നും ആസാദ് കറാനെ കേലിയെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ട് ലഡി ഗയി തി പോരാടിയിട്ടുണ്ടായിരുന്നു. ജോ ലോഗ് ഏതൊരു ജനങ്ങളാണോ ലഡായി ലഡ് രഹത്തെ പോരാടിയിരുന്നത് ഉൻകെ അവർക്ക് ദോ ഗ്രൂഹത്തെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, രണ്ട് വിഭാഗമായിരുന്നു. ഏക്ക് നറംദൽ ത ഒന്ന് മിതവാദികൾ, നറംദൽ എന്ന് പറഞ്ഞാൽ മിതവാദി. ജിസ്കെ ലീഡർ ഏതൊന്നിൻ്റെ ലീഡറാണോ മഹാത്മാഗാന്ധിത്തെ അതിൻ്റെ ലീഡർ മഹാത്മാഗാന്ധിയായിരുന്നു. നറംദൽ എന്ന് പറഞ്ഞാൽ മിതവാദികൾ, വളരെ മയത്തോടെ എന്ത് ചെയ്യുക, കൂടുതൽ അടിമ്പിടിയും കച്ചറയൊന്നും ഉണ്ടാക്കാതെ പോരാടുന്ന ടീമായിരുന്നു നറംദൽ എന്ന് പറഞ്ഞാൽ. മോഡറേറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഏക്ക് നറംദൽ ത ഒന്ന് മിതവാദികളായിരുന്നു. ജിസ്കെ ലീഡറായിരുന്നു മഹാത്മാഗാന്ധിയായിരുന്നു. അവർ ദൂസര മറ്റൊന്ന് ഗറംദൽ ത തീവ്രവാദികളായിരുന്നു അവരുണ്ടായിരുന്നു. എക്സ്ട്രീമിസ്റ്റുകൾ ഇംഗ്ലീഷിൽ പറയും. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ബ്രിട്ടീഷുകാരെ നേരിട്ടിരുന്ന വിഭാഗമായിരുന്നു ഗറംദൽ എന്ന് പറഞ്ഞാൽ. ജിസ്കെ രഹ്നുമ ഏതൊന്നിൻ്റെ ലീഡറായിരുന്നു ഭഗത് സിംഗ് അതിൻ്റെ ലീഡർ ഭഗത് സിംഗ് ആയിരുന്നു. രഹ്നുമ എന്ന് പറഞ്ഞാൽ ലീഡർ, ഭഗത് സിംഗ് ആയിരുന്നു അതിൻ്റെ ലീഡർ. അപ്പം ഭഗത് സിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നിലകൊണ്ട ആളായിരുന്നു. ഭഗത് സിംഗ് ആവട്ടെ പഞ്ചാബിൻ്റെ ജില്ലയായിട്ടുള്ള ലൈൽപൂറിലുള്ള പാകിസ്ഥാൻ കെ പാകിസ്ഥാനിലെ ജർറാവാല തഹ്സീൽ മേ ജർറാവാല താലൂക്കിൽ 27 സെപ്റ്റംബർ 1907 को पैदा हुए. 27 സെപ്റ്റംബർ 27 1907 पैदा हुए ജനിച്ചത്. ഉൻകെ വാലിദ് അദ്ദേഹത്തിൻ്റെ പിതാവ് കിഷൻ സിംഗ് ആയിരുന്നു. അവർ ചച്ച പിതൃ സഹോദരൻ. ആസാദി കെ ജംഗ് മേ ഷാമിൽ തേ അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള കിഷൻ സിംഗും അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനായിട്ടുള്ള കിഷൻ സിംഗും ആസാദി കെ ജംഗ് മേ, കിഷൻ സിംഗ് അല്ല ചച്ച പിതൃ സഹോദരൻ, പിതാവായിട്ടുള്ള കിഷൻ സിംഗും അവർ ചച്ച പിതൃ സഹോദരനും ആസാദി കെ ജംഗ് മേ സ്വാതന്ത്ര്യ സമരത്തിൽ ഷാമിൽ തേ ഉണ്ടായിരുന്ന ആളായിരുന്നു. അവർ കൈ ബാർ പലതവണ ജയിൽ ചുക്കേത്തെ ജയിലിൽ പോയിട്ടുമുണ്ടായിരുന്നു. ഭഗത് സിംഗ് എൻ്റർ പാസ് കർണേക്കെ ബാദ് ഭഗത് സിംഗ് എൻ്റർ എന്ന ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം തന്നെ സിയാസത്ത് സെ ദിൽചസ്പി ലേന ഷുറൂ കർദി രാഷ്ട്രീയത്തോട് താല്പര്യമെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദിൽചസ്പി പറഞ്ഞാൽ താല്പര്യം. ഭഗത് സിംഗ് എൻ്റർ പാസ് കർണേക്കെ ബാദ് എൻ്റർ എന്ന ഒരു എക്സാമാണ്. അത് പാസ്സായതിനു ശേഷം തന്നെ സിയാസത്ത് സെ രാഷ്ട്രീയത്തോട് ദിൽചസ്പി ലേന താല്പര്യമുണ്ടാവാൻ ഷുറൂ കർദി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയത്തോട് മുപ്പിൽക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ ജാലിയൻ വാലാബാഗ് കെ ദർദ്നാക് വാക്കിയ പേഷ് ആയ. ജാലിയൻ വാലാബാഗിലെ ദർദ്നാക് വളരെ ദുഃഖകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള വാക്കിയ സംഭവം പേഷ് ആയ ഉണ്ടായി. ജാലിയൻ വാലാബാഗിൽ വെച്ചിട്ട് ഒരുപാട് ആളുകൾ ബ്രിട്ടീഷുകാർ കൂട്ടക്കൊല ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭഗത് സിംഗ് അമൃത്സറിൽ പോയിട്ട് ജാലിയൻ വാലാബാഗിലെ സർസമീൻ തേക്കി ആ ഭൂമി കണ്ടു. അത് കണ്ടപ്പം ഭയങ്കര രക്തരൂക്ഷിതമായിട്ടുള്ള ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടൊരു സംഭവമാണ് ജാലിയൻ വാലാബാഗിൽ സംഭവിച്ചത്. ജാലിയൻ വാലാബാഗിൻ്റെ സർസമീൻ ആ ഭൂമി തേക്കി കണ്ടു. ജഹാൻ എവിടെയാണോ സേക്കടോം നൂറുകണക്കിന് ബേഗുനാഹോ കാ ഖൂൻ ബഹാത്ത നിരപരാധികളുടെ ഖൂൻ ബഹാത്ത രക്തമൊഴുകിയിട്ടുണ്ടായിരുന്നു. ഭഗത് സിംഗ് അമൃത്സറിൽ പോയിട്ട് ജാലിയൻ വാലാബാഗിൻ്റെ സർസമീൻ തേക്കി ആ ഭൂമി കണ്ടു. ജഹാ എവിടെയാണോ സൈക്കടോ നൂറുകണക്കിന് ബേഗുനാഹോങ്ക നിരപരാധികളുടെ ഖൂൻ ബഹാത്ത ഒഴുകിയിട്ടുണ്ടായിരുന്നു. ജംഗെ ആസാദി കെ മത്തുവാലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മത്ത് ബാധിച്ച അതിലിങ്ങനെ മുഴുകിയിട്ടുള്ള അതിൻ്റെ ഒരു ആവേശം കെട്ടിയിട്ടുള്ള ജംഗെ ആസാദി കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മത്ത് ബാധിച്ചിട്ടുള്ള
മുൽക്ക് കെ രാജ്യത്തിൻ്റെ ദൂസരെ ഹിസ്സോൻസോ ബി രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നും ഹസാറോ കി താദാദ് ആയിരക്കണക്കിന് ആളുകൾ ഉഡ് ഖഡേ ഹുയേത്തെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉഡ് ഖഡേ ഹുയേത്തെ പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ അതിനുവേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു. ജംഗെ ആസാദ് കി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മത്തുവാലെ മുൽക്ക് കെ അതിൻ്റെ മത്ത് ബാധിച്ച രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഹസാറോ കി താദാദ് ആയിരക്കണക്കിന് ആളുകൾ താദാദ് എണ്ണം ആളുകൾ എന്നൊക്കെ എണ്ണത്തിനാണ് താദാദ് എന്ന് പറയാം. അങ്ങനെ ഹസാറോ കി താദാദ് മേ ഉഡ്ഗഡേ ഹുയേത്ത് എഴുന്നേറ്റ് നിന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറായി വന്നിട്ടുണ്ടായിരുന്നു. ഭഗത് സിംഗ് ഉൻസെ അവരോട് റാബിത്ത കായിം കിയ ബന്ധം സ്ഥാപിച്ചു. റാബിത്താറ ബന്ധം കായിം കർണ സ്ഥാപിച്ചു. ഭഗത് സിംഗ് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് എന്ത് ചെയ്തു? ബന്ധം സ്ഥാപിച്ചു. നൗജവാൻ ഈ യുവാക്കൾ അംഗ്രീസോൻസെ ഇംഗ്ലീഷുകാരോട് ഹർ സतह पर എല്ലാ തലത്തിലും മുഖാബല കർണേക്കലിയെ നേരിടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിരുന്നു. ഇംഗ്ലീഷുകാരെ എല്ലാ രീതിയിലും ഹർ സतह पर എല്ലാ തലത്തിലും മുഖാബല കർണേക്കലിയെ നേരിടാൻ തയ്യാറായിരുന്നു. चंद्रशेखर आज़ाद और भगत सिंह ने ऐसे ही नौजवानों की रहनुमाई का बेड़ा उड़ाया. ചന്ദ്രശേഖർ ആസാദ് പറഞ്ഞ മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അവർ ഭഗത് സിംഗും ഐസേ ഹി അത്തരത്തിലുള്ള നൗജവാനോങ്കി യുവാക്കളുടെ രഹ്നുമായി നേതൃത്വത്തിൻ്റെ ബേഡ ഉടായ ഭാരമുയർത്തി. ബേഡ ഉടാൻ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നർത്ഥം. ബേഡ എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ്. ഉഠാന ഉയർത്തുക, അതിൻ്റെ ഭാരം ഏറ്റെടുത്തു, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും ഐസേ ഹി നൗജവാനോങ്കി അത്തരത്തിലുള്ള യുവാക്കളുടെ രഹനുമായിക്ക നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ജിസ്കെ ബാദ് അതിനുശേഷം ആസാദി കി ലഡായിമേ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ, ലഡായി എന്ന പോരാട്ടം, ആസാദി കി ലഡായിമേ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പഹ്ലേസെ സിയാദ മുമ്പത്തേക്കാൾ കൂടുതൽ ഷിദ്ദത്ത് പൈദാ ഹോഗയെ ഒരു ശക്തി ഉണ്ടായി. ഷിദ്ദത്ത് ഒരു ശക്തി പൈദാ ഹോഗയെ ഉണ്ടായി, ജനിച്ചു. പൈദാഹോന ഉണ്ടാവുക, ജനിക്കുക എന്നർത്ഥം. അപ്പോൾ അവർ ഏറ്റെടുത്തതിന് ശേഷം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മുമ്പത്തേക്കാൾ അധികം ഷിദ്ദത്ത് ഒരു ശക്തി ഉണ്ടായി എന്നർത്ഥം. ഭഗത് സിംഗ് ഇൻകിലാബി ദോസ്തോമേ ഭഗത് സിംഗിൻ്റെ വിപ്ലവ സുഹൃത്തുക്കൾ, ഇൻകിലാബ് പറഞ്ഞാൽ വിപ്ലവം എന്നാണല്ലോ, ഇൻകിലാബ് സിന്ദാബാദ് എന്ന് വിപ്ലവം വിജയിക്കട്ടെ എന്നല്ല. അപ്പോൾ ഇൻകിലാബി ദോസ്തോമേ ഈ വിപ്ലവത്തിനുള്ള സുഹൃത്തുക്കളിൽ, ഇൻകിലാബി ദോസ്തോമേ ഈ വിപ്ലവ സുഹൃത്തുക്കളിൽ രാം പ്രസാദ് ബസ്മൽ, അഷ്ഫാഖുല്ല ഖാൻ, സുഖ്ദേവ് ഔർ രാജ്ഗുരു കെ നാം സബ്സെ അഹം തെ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. ഭഗത് സിംഗിൻ്റെ വിപ്ലവ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അതിൽ രാമപ്രസാദ് ബസ്മൽ, അഷ്ഫാഖുല്ല ഖാൻ, സുഖ്ദേവ്, രാജ്ഗുരു കെ നാം ഇവരുടെയൊക്കെ പേരുകൾ സബ്സെ അഹം തെ എല്ലാവരെക്കാളും പ്രധാനപ്പെട്ട കുറച്ച് പേരുകളായിരുന്നു. ഇവരെല്ലാവരും സർപ്പർ കഫൻ ബാന്ദ്കർ, സർപ്പർ കഫൻ ബാന്ധന എന്ന് പറഞ്ഞാൽ ജീവൻ ബലിയർപ്പിക്കുക. സർപ്പർ തലയിൽ കഫൻ തുണി, ബാന്ദ് പറഞ്ഞാൽ ബന്ധിപ്പിക്കുക എന്നർത്ഥം. അതായത് തലയിൽ കഫൻ തുണി ഇടാന്ന് ഉദ്ദേശം. അതായത് ജീവൻ ബലിയർപ്പിച്ചിട്ട് വതൻ പർ രാജ്യത്തിൻ്റെ മേൽ അപ്നി ജാൻ നിച്ചാവർ കേലിയെ തൻ്റെ ജാൻ നിച്ചാവർ പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാവുക. രാജ്യത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ട് നിഖലയത്തെ പുറപ്പെട്ടിട്ടുണ്ട്. ജാൻ നിച്ചാവർ പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാവുക. അപ്പം ഇവരെല്ലാവരും സർപ്പർ കഫൻ ബാന്ദ്കർ ജീവൻ ബലിയർപ്പിച്ചിട്ട് വതൻ പർ രാജ്യത്തിന് മേൽ അപ്നി ജാൻ നിച്ചാവർ കേലിയെ സ്വന്തം ജീവൻ ത്യജിക്കാൻ വേണ്ടിയിട്ട് നിഖലയത്തെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിഖലയത്തെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. സർപ്പർ കഫൻ ബാന്ധന എന്ന് പറഞ്ഞാൽ ജീവൻ ബലിയർപ്പിക്കുക, ജാൻ നിച്ചാവർ കർണാണ് മരിക്കാൻ തയ്യാറാവുക. അപ്പോൾ ഇവരെല്ലാവരും സർപ്പർ കഫൻ ബാന്ദ്കർ ജീവൻ ബലിയർപ്പിച്ചിട്ട് അപ്നി ജാൻ നിച്ചാവർ കർണേ കേലിയെ മരിക്കാൻ തയ്യാറായിട്ട് നിഖലയത്തെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉസി ദൗറാൻ അതിനിടയിലാണ് ലാഹോറിൽ സൈമൺ കമ്മീഷൻ്റെ ഖിലാഫ്, സൈമൺ കമ്മീഷനെതിരായിട്ട് ഏക് ജബർദസ്ത് ജുലൂസ് ഒരു ശക്തമായ റാലി നിഖല പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നൊരു സമയമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്കെതിരെ കൊണ്ടുവന്നൊരു കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ എന്ന് പറയും. സൈമൺ എറണാളായിരുന്നു അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. അപ്പം സൈമൺ കമ്മീഷനെതിരായിട്ട് എതിരായിട്ട് ഏക് ജബർദസ്ത് ജുലൂസ് ഒരു ശക്തമായ റാലി നിഖല പ്രത്യക്ഷപ്പെട്ടു. ഏതൊന്നിലാണ് ലാലാ ലജ്പത് റായ് പേഷ്തെ മുൻനിരയിലുണ്ടായിരുന്നു. പേഷറിന മുൻഭാഗം നടത്തും. അപ്പോൾ ലാലാ ലജ്പത് റായ് അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. ഏതൊന്നിൽ ലാലാ ലജ്പത് റായ് പേഷ്തെ ലാലാ ലജ്പത് റായ് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. മൂപ്പരെന്തായിരുന്നു? മുൻനിരയിലുണ്ടായിരുന്നു. ഉസ് ജുലൂസ് പർ ആ റാലിയിൽ അംഗ്രേസി പോലീസിനെ ഇംഗ്ലീഷ് പോലീസുകാർ ബഡി ബേദർദീസെ വളരെ നിഷ്കരുണം, നിഷ്കരുണം, ബഡി ബേദർദീസെ വളരെ നിഷ്കരുണം ലാഠിയാം ബർസായെ എന്ത് ചെയ്തു? ലാത്തി വർഷിച്ചു. ലാഠി എന്ന് പറഞ്ഞാൽ ലാത്തി ബർസാനാണ് വർഷിക്കുക.
ബാരിഷ് ബർസാന പറഞ്ഞാൽ മഴ വർഷിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ലാഠിയാം ബർസായ എന്ത് ചെയ്തു? ലാത്തി വീശി. ലാലാ ലജ്പത് റായ് ബുരി ത്വറ വളരെ മോശമായ രീതിയിൽ സഹ്മി ഹോഗെ എന്ത് ചെയ്തു? മുറിവേറ്റു. ലാലാ ലജ്പത് റായ്ക്ക് വളരെ മോശമായ രീതിയിൽ എന്ത് ചെയ്തു? മുറിവേറ്റു. ജിസ്കെ സബബ് ഏതൊന്ന് ആ മുറിവേറ്റ കാരണത്താൽ കുച്ച് അർസേബാദ് കുറച്ച് കാലത്തിന് ശേഷം തന്നെ ഉൻകി മൗത്ത് ഹോഗൈ അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായി. കുറച്ച് കാലത്തിന് ശേഷം മൂപ്പരെന്ത് ചെയ്തു? മരണപ്പെട്ടു. ജിസ്കെ ബാദ് ഏതൊന്നിന് ശേഷമാണ്? കുച്ച് അർസേബാദ് കുറച്ച് കാലത്തിന് ശേഷം ഉൻകി മൗത്ത് ഹോഗൈ അദ്ദേഹത്തിൻ്റെ എന്തുണ്ടായി? മരണം സംഭവിച്ചു. ആ ഒരു മുറിവേറ്റ കാരണം. ബഡി ബേദർദീസെ ലാഠിയാം ബർസായി വളരെ നിഷ്കരുണം. ലാഠിയാം ബർസായി എന്ത് ചെയ്തു? ലാത്തി വീശി. ലാത്തി വർഷിച്ചു എന്നർത്ഥം. ബർസാനാർ വർഷിക്കുക എന്നൊക്കെ അർത്ഥം. ലാലാ ലജ്പത് റായ് ബുരി ത്വറഹ് സഹ്മി ഹോഗൈ. ലാലാ ലജ്പത് റായ് ബുരി ത്വറഹ് മോശമായ രീതിയിൽ സഹ്മി ഹോഗൈ പരിക്കേറ്റു. സഹ്മി ഹോന പറഞ്ഞാൽ പരിക്കേൽക്കുക. ജിസ്കെ സബബ് ഏതൊന്ന് കാരണമാണ്? കുച്ച് അർസേബാദ് കുറച്ച് കാലത്തിന് ശേഷം തന്നെ ഉൻകി മൗത്ത് ഹോഗൈ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. അവിടെ നോട്ടെ.